നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതിൻ്റെ പുറകെയാണ്. അതായത് കൊല്ലം ബീച്ച് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഈ നൈട്രോസെഫാം ടാബ്ലറ്റും ടൈഡോഡ് ടാബ്ലറ്റും, ഇതിൽ നൈട്രോസെഫാം എന്ന് പറയുന്നത് NDPS ആക്ട് പ്രകാരം ഷെഡ്യൂൾഡ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ ടൈഡോൾ അങ്ങനെയല്ല, അതൊരു വേദന സംഹാരിയാണ്. പക്ഷേ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതാണ്. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഉപയോഗിക്കുന്ന ലഹരിക്ക് പകരം ഉപയോഗിക്കുന്ന ടാബ്ലറ്റാണത്. ഇത് കഴിഞ്ഞ 2 മാസം മുമ്പേ രാജീവ് എന്ന് പറയുന്ന ഒരാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ മീഡിയയിൽ ഉണ്ടായിരുന്നതുമാണ്. ഈ രാജീവിൻ്റെ കൂടെ ഉള്ള ആളാണ് ഇയാൾ. അന്ന് തൊട്ടേ ഞങ്ങൾ ഇയാളെ പുറകിലുണ്ട്. അന്ന് രാജീവ് എന്ന് പറയുന്ന ആളെ നമുക്ക് വളരെ കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇയാളെ നിന്ന് കിട്ടിയിരിക്കുന്നത് 60 നൈട്രോസെഫാം ടാബ്ലറ്റും 2000 ടൈഡോളിൻ്റെ ടാബ്ലറ്റുമാണ്. ടൈഡോൾ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിപ്പ് എന്ന് പറയുന്നത് 10 ടാബ്ലറ്റാണ്. ആ ടാബ്ലറ്റ് 2000 രൂപയ്ക്കാണ് ഇവർ ഇത് വിൽപ്പന നടത്തുന്നത്. എന്നാൽ ഈ ടാബ്ലറ്റിൽ നിന്ന് ലൂസായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ടാബ്ലറ്റിന് 400 രൂപയാണ്. അപ്പം നമ്മൾ മിക്കപ്പോഴും പിടിക്കുന്നത് ഈ 2-3 ഇത്തരത്തിലുള്ള ടാബ്ലറ്റും ഒരു നൈട്രോസെഫാമോ അല്പം കഞ്ചാവോ ഒക്കെ ഉള്ള കുട്ടികളെയൊക്കെയാണ് നമ്മളെ കൈ കിട്ടുന്നത്. കുട്ടികളെന്ന് പറയുമ്പോൾ 20-22 വയസ്സിന് മേൽ പ്രായമുള്ളവരാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പക്ഷേ ഈ ബൾക്കായിട്ട് കൊടുക്കുന്ന ആൾക്കാരെ നമുക്കങ്ങനെ കിട്ടാറില്ല. കാരണം ഇവർ വളരെ സീക്രട്ടാണ് കച്ചവടം നടത്തുന്നത്. ഇത് ആരാണ് ഈ കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നത് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള സീക്രട്ടായിട്ടുള്ള രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇരവിപുരം ഭാഗങ്ങളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഇയാൾ വാടകയ്ക്കാണ് ഈ നമ്മൾ പിടിച്ച വീടിൻ്റെ ഇയാളുണ്ടായിരുന്നത്. ആ എത്തിയ സമയത്ത് ഇയാളിൽ നിന്ന് 2000 ടൈഡോളിൻ്റെ ടാബ്ലറ്റും 60 നൈട്രോസെഫാം ടാബ്ലറ്റും നമുക്ക് കിട്ടി. കുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതായത് ഒരു 20 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് യൂസ് ചെയ്യുന്നത്. ഇയാൾ പിന്നെ ഇവർക്ക് ബൾക്കായിട്ട് എടുത്തിട്ട് ഇവർ 2000 ഇപ്പം നമ്മൾ പിടിച്ചപ്പോൾ തന്നെ 2000 ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് 400 രൂപയ്ക്കാണ് അവർ കച്ചവടം നടത്തുന്നത്. ഇത് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി മൂവ്മെൻ്റ് ഉള്ളൊരു സാധനമാണ്. ഈ ഫോൺ മുഖാന്തരം വിളിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇവരൊരിക്കലും നേരിട്ട് കയ്യിൽ കൊടുക്കാറില്ല. ഈ വിളിക്കുന്നവരടുത്ത് പറയുന്നത് ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എടുക്കുക, ക്യാഷ് വേറെ രീതിയിൽ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ പിടിക്കപ്പെടുമ്പോൾ ഇവരെ കയ്യിൽ നിന്ന് ഒരിക്കലും കിട്ടാറില്ല. കാരണം ഇവർ അത്രയും തന്ത്രപരമായിട്ട് സാധനം എവിടെയെങ്കിലും ഇട്ടതിന് ശേഷം അവരടുത്ത് എടുക്കാനാണ് പറയുന്നത്. ഇത് ഇപ്പോൾ ഇയാളെ കയ്യിൽ ഇത്രയും ബൾക്കാറ്റ് കിട്ടിയത് ഇയാളെ ഇവിടെ നിന്ന് പിന്നെ ഇത് എടുത്തുകൊണ്ട് ബീച്ച് ഭാഗത്തേക്ക് പോയ സമയത്താണ് നമുക്ക് അയാളെ കിട്ടിയത്. ഇയാൾ ഈ കച്ചവടം നടത്തുന്ന ആളാണെന്നുള്ള അറിവുള്ള ഒരാൾ ഇൻഫർമേഷൻ തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയും ചെയ്തത്. ബാംഗ്ലൂർ, ബോംബെ ഭാഗങ്ങളിൽ നിന്നാണ് എത്തിക്കുന്നത്. നമ്മൾ മുന്നേ പിടിച്ചവരും ഇതേ സ്ഥലങ്ങളിൽ തന്നെ കൊണ്ടുവരുന്നത്. അവിടെയൊക്കെ ഈ ടാബ്ലറ്റിന് 2000 രൂപയും കണ്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പം ആ ടാബ്ലറ്റ് 400 രൂപയാണ് ഒരു ടാബ്ലറ്റിന് പോകുന്നത്.